ഒരൊറ്റ കപ്പ് റവ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത, അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വൈകുന്നേരത്തിനൊക്കെ പറ്റിയ നല്ലൊരു പഞ്ഞും, ഉള്ളിൽ നല്ല പഞ്ഞും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു, നമുക്ക് ബേക്കറിയിൽ നിന്ന് കൂടി കിട്ടൂലല്ലോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. എന്നാൽ കഴിക്കാനോ നല്ല രുചിയാണ്. വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഇല്ലേനോ. അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞ സാധനങ്ങളും മതി. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിതാ ഇതുപോലൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു 2 കപ്പ് മൈദ വേണം. പക്ഷെ ഞാനൊരു 1.5 കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ബാക്കി 1/2 ഗ്ലാസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഗ്ലാസ്സിലാണ് അളന്നിക്കണത്. അപ്പോൾ 2 ഗ്ലാസ് മൈദയിലേക്ക് ഒരു 1/2 ഗ്ലാസ് റവയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ്, നമ്മൾ മൈദ കളന്നതേ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം, ഏലക്കായ ഇല്ല, ഏലക്കായ ഉണ്ടെങ്കിൽ ഒരു 2 ഏലക്കായ ഒരു പഞ്ചസാരൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഏലക്കായ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഏലക്കായൻ്റെ പൊടി 1 ടേബിൾ സ്പൂണും കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഏലക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ വെറും ഏലക്ക മാത്രം പൊടിച്ച പൊടിയല്ല അത്. കുറച്ച് ഏലയ്ക്ക് ഒരുപാട് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് തന്നെ ഏലക്കായൻ്റെ ഫ്ലേവർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഏലക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഈ കോഴിമുട്ട പൊട്ടിക്കാൻ വേണ്ടിയിട്ടേ കത്തി എടുക്കാനുള്ള മടിയോണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിൻ്റെ വക്കുമ്പോൾ വെച്ചൊന്ന് കുത്തി വെക്കിയതേനി. പക്ഷേ അത് പൊട്ടണില്ല. ചില സമയത്ത് അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ ഇത് വീണാലൊക്കെ വേഗം പൊട്ടും. പക്ഷേ ഇങ്ങനത്തെ സമയത്തൊന്നും പൊട്ടി കിട്ടില്ല. ഏതായാലും ഞാൻ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ. പഞ്ചസാര നല്ലോണം പൊടിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു മുട്ട ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ കൂടെ മുട്ട ഒഴിച്ചിട്ട് പൊടിച്ചാൽ ശരിക്കും അങ്ങോട്ട് അരിഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ആ ഒരു മുട്ട പഞ്ചസാര പൊടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒരു ലേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആവും. അതിൻ്റെ പേരിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ആ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മതി കേട്ടോ. ഈ ഒരു റെസിപ്പിയിലേക്ക് അപ്പക്കാരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏലക്ക അപ്പക്കാരും ഉപ്പും ഒക്കെ ഈ ഒരു മൈദയിലും റവയിലൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയും പഞ്ചസാരയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ ആകെ 1.5 കപ്പ് മൈദ അല്ലേ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 1.5 ഗ്ലാസ് മൈദ. അപ്പോൾ ആ ഒരു 1/2 ഗ്ലാസ് മൈദ ഞാൻ മാറ്റി വെച്ചത് എന്തിനാ വെച്ചാൽ, നമ്മൾ ഈ ഒരു മുട്ടയും പഞ്ചസാരയും അടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ആ പഞ്ചസാരൻ്റെ അളവിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ മുട്ടൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ മുട്ട ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ വലിയതായിരിക്കും. അപ്പോൾ ഞാൻ പൊട്ടിച്ച മുട്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് മൈദ ആദ്യം മാറ്റി വെച്ചാൽ ഇതിൽ എത്രത്തോളം നമുക്ക് ഈ ഒരു പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ഒരു നമ്മൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് വരികയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഒരു 1/2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ആ 2 ഗ്ലാസ് മൈദ ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. പിന്നെ ലൂസായി കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുത്താൽ മതിയാവും. ഏതായാലും ഞാനിതാ 1.5 ഗ്ലാസ് മൈദ ഇട്ടിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴേക്കും ഇതാ നല്ല ലൂസായിട്ടാട്ടോ. ഇനി നമുക്ക് ആ ഒരു 1/2 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ 1/2 ഗ്ലാസ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരൻ്റെ അളവ് വ്യത്യാസം, അതുപോലെ തന്നെ കോഴിമുട്ടൻ്റെ വലിപ്പം വ്യത്യാസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 1/2 ഗ്ലാസ് മൈദ ഇതിലേക്ക് തികയണില്ല, ലൂസായിട്ടാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും ലേശം കൂടെ ഒക്കെ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. പക്ഷെ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും അതിൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചിലർക്ക് മൈദനേക്കാളും ഗോതമ്പത്തിനോട് ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് മൈദയും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കണത്. ഇനിയിപ്പോൾ അര ഗ്ലാസ് നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അര ഗ്ലാസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഇതെനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. പക്ഷേ ഇട്ടെടുത്ത് ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുകയൊക്കെ വേണ്ടി വരും. വെള്ളം ഒരു തുള്ളി ഇതിൽ ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു, നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ഇതിൻ്റെ ആ ഒരു ക്രിസ്പിയും സ്പോഞ്ച് പോലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ പൊടിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അളവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത് കിട്ടൂല. അപ്പോൾ ഏതായാലും ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലൊക്കെ ഈ ഒരു സമയത്ത് നമ്മളെ കയ്യിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നീട്ടി എടുക്കാനായിട്ട് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ളത് തന്നെ ആവണം കേട്ടോ. ഒന്ന് കഴുകി തുടച്ചിട്ടൊക്കെ ചെയ്യുക. അല്ല നമ്മൾ കഴുകി തുടച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ അങ്ങനെ മതി. അതല്ലാതെ നിങ്ങൾ പത്തിരി പലകൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡുമേലൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കുക. ഏതായാലും ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ആക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കഷ്ണം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു രണ്ട് ഭാഗവും ഇതുപോലെ ഇങ്ങനെ കൂർപ്പിച്ച് കൊണ്ടുവന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റവ ചേർത്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്ത പോലെ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ എന്നും ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ എന്തായാലും കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെ പറഞ്ഞ് നമ്മൾ ഇതാക്കണ്ട, നമുക്കും വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായൻ്റെ കൂടെ, അതും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി എന്തായാലും രണ്ടെണ്ണമൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഹെൽത്തിയാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് എത്ര ഇഷ്ടം പോലെ കഴിക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ഈ ഒരു കോഴിമുട്ടയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു റവയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചി ഇതിനുണ്ട്. അത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ചില പലഹാരമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പണി പാളിയ പോലെ തോന്നും. പക്ഷേ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ ചട്ടിയിലൊന്നും ഇങ്ങനെ പരന്ന് കിടന്നാൽ മതിയാവും. ഒരുപാട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്കൊരു സൈഡ് കുക്കായിട്ട് നമുക്ക് വീണ്ടും മറിച്ചിട്ടെടുത്തുകാണ്ടും എടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇട്ടെടുക്കുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഒരു വെട്ട് കേക്കിൻ്റെ ഒക്കെ ഒരു പൊട്ടലുണ്ടല്ലോ, അതുപോലത്തെ ഒരു വെട്ട് കേക്കിന് നമ്മൾ വെട്ടി കൊടുക്കണം. പക്ഷേ ഇതിന് വെട്ടൊന്നും വേണാതെ തന്നെ ഇത് വെട്ട് വരും. അത് അടിപൊളി ഒരു ഐറ്റംസാണ്, ഒന്നും പറയല്ല മക്കളെ. ഇതിൻ്റെ ആ ഒരു രുചി ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാ, നല്ല ക്രിസ്പിയാണ്. ഞങ്ങൾക്കൊന്ന് ചേറി കാണിച്ചത് എത്രത്തോളം ക്രിസ്പിയാണ് നല്ല കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ വെട്ട് വന്നതാണ്, വെട്ട് കേക്ക്. അതാണ് കാരണം. ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഇത് ചേർത്തെടുത്തോണ്ട്, ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട്. നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ നമുക്ക് നല്ല റവ കേക്ക്, മിൽക്ക് കേക്ക്, അതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല നമ്മളെ സ്പോഞ്ച് കേക്ക് ഉണ്ടെങ്കിൽ പഞ്ഞിക്കെട്ട് അതുപോലെയാണ് നിൽക്കുന്നത്. പുറത്ത് നല്ല ക്രിസ്പിയാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിരുതാ. അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു പണിയില്ല. എന്താ വെച്ചാൽ കുറച്ച് റവ എടുക്കുക, കുറച്ച് മൈദ എടുക്കുക, അളവ് കറക്റ്റ് ആവണമെന്നേ ഉള്ളൂ. വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല. വെറും രണ്ട് മുട്ടയും കുറച്ച് മൈദയും റവയും ചേർത്താൽ നമ്മളെ കുട്ടികൾ നമ്മളെ വീട്ടിൽ എത്ര ആളുകളുണ്ടെങ്കിലും ഓർക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ
വൈകുന്നേരത്തേക്ക് ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നതുകൊണ്ട് കിട്ടും, പക്ഷേ വീഡിയോ കാണാതിരിക്കുന്ന ആളുകളിലൊക്കെ ഇത് എത്താൻ പ്രയാസമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമുള്ള ഈ ഒരു പലഹാരങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കുറഞ്ഞ മധുരമേ ഉള്ളൂ കേട്ടോ, ഒരുപാട് മധുരം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയൊക്കെയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.